ഹായ് പ്രിയമുള്ളവരെ, ഒരുപാട് വിഷമമുണ്ടെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇനി നമുക്ക് കളി കാണുമ്പോൾ ടെൻഷൻ ഇല്ലാതെ കളി കാണാം. ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉള്ളതാണ്. പക്ഷേ സഞ്ജു കളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നെഞ്ചിനകത്തൊരു ഇടുപ്പാണ്. അത് മുമ്പ് സച്ചിനൊക്കെ കളിക്കാൻ ഇറങ്ങിയ കണക്കാണ് സഞ്ജു കളിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി ആ ടെൻഷൻ ഇല്ലാതെ കളി കാണും. നൈസായിട്ട് ഒരു 3 ഇന്നിങ്സിൽ കളിച്ചില്ല എന്ന പേര് പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ഇനി ഒരു ചാൻസ് കിട്ടുമോന്ന് അറിയത്തില്ല. ഇനി ഒരു അവസരം കിട്ടാൻ ചാൻസ് കുറവാണ്. എത്രയോ തവണ ടീമിലെടുത്തിട്ട് ബെഞ്ചിലിരുത്തി ആര് വന്നു കഴിഞ്ഞാലും പുറത്തു പോകേണ്ട അവസ്ഥ സഞ്ജുവിനാണ്. വേറെ എത്രയോ കളിക്കാർ ആ ടീമിലുണ്ട്. ആര് ഫോമല്ലെങ്കിലും അവരൊക്കെ കളിക്കും. പക്ഷേ സഞ്ജു ഒരു കളിയിൽ കളിച്ചില്ലെങ്കിൽ സഞ്ജു ഔട്ടാ. ഗില്ല് വന്ന് സഞ്ജു ഔട്ട്, മറ്റേ സൂര്യവംശി വന്നാൽ സഞ്ജു ഔട്ട്, മറ്റേ ഇഷാൻ കിഷൻ വന്നാൽ സഞ്ജു ഔട്ട്, പിന്നെ ഹൂഡ വരെ വന്നു കഴിഞ്ഞാൽ സഞ്ജു ഔട്ടാണ്. ഒരിക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൂടെ കളിപ്പിക്കാൻ സഞ്ജുവിനെ പുറത്തിരുത്തി. അതാണ് നമ്മുടെ ചെക്കൻ്റെ അവസ്ഥ. എന്നാലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ലോകകപ്പിൽ ആ 3 ഇന്നിങ്സ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിൽ ഇടം നേടിയൊരു ഇന്നിങ്സാണ്. ഒരിക്കലും മറക്കില്ല കേട്ടോ ആ ഇന്നിങ്സ്. മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ ഒരിക്കലും മറക്കില്ല ആ 3 ഇന്നിങ്സ്. അത് മതി ഞങ്ങൾക്ക് ഈ ഇത്രയും കാലം താങ്കൾ ക്രിക്കറ്റിൽ കാഴ്ചവെച്ച എന്താണെന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ള മറുപടി. എന്നാലും പ്രയാസമുണ്ട്. പക്ഷേ കാലം കഴിഞ്ഞു പോകുമ്പോൾ പുതിയ ആൾക്കാർ വരുമ്പം ഇതേ കണക്ക് മാറിക്കൊടുക്കേണ്ട അവസ്ഥകളുണ്ടാവാം. എക്സാമ്പിൾ നമ്മുടെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഇപ്പം എന്താ സൂര്യകുമാർ യാദവ്, അതിൻ്റെ കൂടെ സഞ്ജു. ഇനി തിരിച്ച് ഇന്ത്യൻ ടീമിലത്തേക്ക് ഉണ്ടാവുമോ എന്ന് തോന്നുന്നില്ല. കാരണം പിള്ളേരുകൾ കയറുന്നു, അവർ കളിക്കുന്നു, അപ്പോഴൊരു ചാൻസ് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായിരുന്നാലും സഞ്ജുവിനെ മനസ്സിൽ ഓർമ്മിക്കാൻ ആ ലോകകപ്പ് ഇന്നിങ്സ് മാത്രം മതി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.